ഹായ്, ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് തേർഡ് യൂണിറ്റാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മുടെ തേർഡ് യൂണിറ്റ് എന്ന് പറയുന്നത് മോഡൽസ് ഓഫ് ടീച്ചിങ്. മോഡൽസ് ഓഫ് ടീച്ചിങ് എന്ന് പറയുമ്പോൾ നമ്മുടെ ലേണിംഗ് എയ്ഡ്സ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മോഡൽസ് അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. മോഡൽസ് ഓഫ് ടീച്ചിങ് എന്ന് പറയുന്നത് ഒരു ന്യൂ അപ്രോച്ചാണ്, ടീച്ചിങ് സ്ട്രാറ്റജിയാണ്. നമ്മൾ കൺസ്ട്രക്റ്റിവിസം ബിഹേവിയറിസം ഒക്കെ പഠിച്ച പോലെയുള്ള ഒരു പുതിയൊരു ഇന്നൊവേറ്റീവ് ആയിട്ടുള്ള ഒരു ടീച്ചിങ് സ്ട്രാറ്റജിയാണ് മോഡൽസ് ഓഫ് ടീച്ചിങ്. ഈ മോഡൽസ് ഓഫ് ടീച്ചിങ് എന്നുള്ള ഒരു ഐഡിയ കൊണ്ടുവന്നത് ബ്രൂയിസ് ജോയ്സ് ആൻഡ് മാർഷ വെയിൽ എന്ന് പറയുന്ന രണ്ട് വ്യക്തികളാണ്. നമ്മുടെ സൈക്കോളജിക്കൽ തിയറിയെ അടിസ്ഥാനമാക്കി തന്നെയാണ് ഈ മോഡൽസ് ഓഫ് ടീച്ചിങ് എന്ന അപ്രോച്ച് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ കൺസ്ട്രക്റ്റിവിസവും ബിഹേവിയറിസം ഒക്കെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു അപ്രോച്ചിൻ്റെയും ഉദ്ദേശം എന്ന് പറയുന്നത് ഹൗ ടു ടീച്ച്, വാട്ട് ടു ടീച്ച് അല്ലെങ്കിൽ വാട്ട് ആക്ഷൻ ടേക്ക് ഫോർ ടീച്ചിങ് എന്നുള്ളത് തന്നെയാണ് ഇവിടെയും ഉദ്ദേശശുദ്ധി എന്ന് പറയുന്നത്. ഇനി ഇതിൽ നമ്മൾ കുറച്ചും കൂടെ വ്യത്യസ്തമായ രീതിയിലുള്ള എഡ്യൂക്കേഷണൽ ആക്ടിവിറ്റീസും അതുപോലെ എൻവയോൺമെൻറ്റും ക്രിയേറ്റ് ചെയ്യാനായിട്ടാണ് ഇവിടെ കൂടുതലായിട്ടും ഊന്നി പറയുന്നത്. അപ്പോൾ ശരിക്കും മോഡൽസ് ഓഫ് ടീച്ചിങ് എന്ന് പറയുന്നത് നല്ലൊരു എൻവയോൺമെൻറ്റ്, കുട്ടികൾക്ക് പഠിക്കാൻ പറ്റിയ ഒരു നല്ലൊരു എൻവയോൺമെൻറ്റ്, ലേണിംഗ് എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നതാണ് കൂടുതലായിട്ടും ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ബ്രൂയിസ് ജോയ്സ് ആൻഡ് മാർഷ വെയിലിൻ്റെ കോട്ടിങ്സിലൂടെ മോഡൽസ് ഓഫ് ടീച്ചിങ് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അക്കോർഡിംഗ് ടു ബ്രൂയിസ് ജോയ്സ് ആൻഡ് മാർഷ വെയിൽ, models of teaching can be described as pattern of plan which can be used to shape a curriculum or course, to select instructional materials and to guide teachers' action. നോക്കാം എന്താണെന്ന്. ബ്രൂയിസ് ജോയ്സ് ആൻഡ് മാർഷ വെയിൽ രണ്ടുപേരും കൂടിയിട്ട് തയ്യാറാക്കിയിട്ടുള്ള ഈ ഒരു ഡെഫിനിഷനാണ് നമ്മൾ സ്ഥിരമായിട്ട് പഠിക്കാറ്. വേറെ നമ്മുടെ BK പാസിയുടെ അലൈൻ റയാൻ്റെയും അതുപോലെ ജംഗീറയുടെയൊക്കെ ഡെഫിനിഷൻസ് ഉണ്ട്. അതിനേക്കാളൊക്കെ കുറച്ചും കൂടെ ഈസിയും അതുപോലെ മനസ്സിലാക്കാനും പിന്നെ മോഡൽസ് ഓഫ് ടീച്ചിങ്ങിൽ കൂടുതൽ സ്റ്റഡി നടത്തിയത് ഇവർ രണ്ടുപേരും തന്നെയാണ്. അതുകൊണ്ട് ഈ ഡെഫിനിഷനാണ് നമ്മൾ പഠിക്കാറ്. എന്താണെന്ന് നോക്കാം. മോഡൽസ് ഓഫ് ടീച്ചിങ് ക്യാൻ ബി ഡിസ്ക്രൈബ്ഡ് ആസ് പാറ്റേൺ ഓഫ് പ്ലാൻ. അല്ലേ, നമുക്കറിയാം ഒരു പ്ലാനിങ് ആണ്, ആ പ്ലാനിങ്ങിൻ്റെ ഒരു രീതിയാണ് പറയുന്നത് അല്ലേ. ഡിസ്ക്രൈബ്ഡ് ആസ് പാറ്റേൺ ഓഫ് പ്ലാൻ. നമുക്കറിയാലോ കൺസ്ട്രക്റ്റിവിസം ബിഹേവിയറിസം ഒക്കെ നമ്മൾ ആ ഒരു അപ്രോച്ചിലൊക്കെ പഠിപ്പിക്കുമ്പോൾ ആദ്യം തന്നെ നമ്മളത് പ്ലാൻ ചെയ്യും അല്ലേ. അപ്പോൾ ആ ഒരു കൺസ്ട്രക്റ്റിവിസത്തിൻ്റെ ഒരു പാറ്റേൺ അല്ല ബിഹേവിയറിസത്തിനെ. നിങ്ങൾ ബിഹേവിയറിസം പഠിച്ചിട്ടില്ല എങ്കിൽ കൂടിയും അതിൻ്റെ പാറ്റേൺ അല്ല കൺസ്ട്രക്റ്റിവിസത്തിന്. അതുപോലെ തന്നെ ഇതിൻ്റെ പ്ലാൻ എന്ന് പറയുന്നത് ഒരു പ്രത്യേക രീതിയിലുള്ള പ്ലാനാണ്, പാറ്റേൺ ഓഫ് പ്ലാൻ വിച്ച് ക്യാൻ ബി യൂസ്ഡ് ടു. എന്തിനാണ് അത് യൂസ് ചെയ്യുന്നത്? ഷേപ്പ് എ കരിക്കുലം ഓർ കോഴ്സ്. നമ്മുടെ കരിക്കുലം സ്കൂൾ കരിക്കുലം ആണെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു ഡിഫറെൻറ്റ് കോഴ്സ് ആണെങ്കിൽ അതിനെ ഷേപ്പ് ചെയ്യുന്ന രീതിയിൽ, അതിനെ കുറച്ചും കൂടെ മനോഹരമാക്കുന്നതിന് വേണ്ടിയുള്ള പ്ലാൻ. ഇനി അതിലേക്ക് നമ്മൾ എന്തൊക്കെയാണ് സെലക്ട് ചെയ്യുന്നത്? ടു സെലക്ട് ഇൻസ്ട്രക്ഷണൽ മെറ്റീരിയൽസ് ആൻഡ് ടു ഗൈഡ് ടീച്ചേഴ്സ് ആക്ഷൻ. അതിനാവശ്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷണൽ മെറ്റീരിയലും കൂടെ നമ്മൾ സെലക്ട് ചെയ്ത് ടീച്ചറുടെ കുറച്ചും കൂടെ ടീച്ചറുടെ കോൺട്രിബ്യൂഷനും കൂടി ആവുമ്പോൾ നമ്മൾ എന്താണ് നമ്മുടെ കരിക്കുലത്തെ എങ്ങനെ നമുക്ക് ഒന്ന് മോഡിഫൈ ചെയ്തെടുക്കാം എന്നുള്ള ഒരു പ്ലാനാണ് മോഡൽസ് ഓഫ് ടീച്ചിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മോഡൽസ് ഓഫ് ടീച്ചിങ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് പാറ്റേൺ ഓഫ് പ്ലാൻ വിച്ച് ക്യാൻ ബി യൂസ്ഡ്. നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനാണ്? ടു ഷേപ്പ് എ കരിക്കുലം ഓർ കോഴ്സ്. പിന്നെ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്? കരിക്കുലം കോഴ്സും ഷേപ്പ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ടു സെലക്ട് ഇൻസ്ട്രക്ഷണൽ മെറ്റീരിയൽസ് ആൻഡ് ടു ഗൈഡ് ടീച്ചേഴ്സ് ആക്ഷൻ. ഇൻസ്ട്രക്ഷണൽ മെറ്റീരിയൽസ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷണൽ മെറ്റീരിയൽ സെലക്ട് ചെയ്യുന്നു, അതുപോലെ തന്നെ അതിനനുസരിച്ച് ടീച്ചേഴ്സിൻ്റെ കോൺട്രിബ്യൂഷൻ. ആക്ഷൻ എന്ന് പറയുമ്പോൾ ടീച്ചേഴ്സിൻ്റെ കോൺട്രിബ്യൂഷനും കൂടി ആവുമ്പോൾ അതും കൂടെ ഗൈഡ് ചെയ്തുകൊണ്ട് എന്താണ് ഒരു കണ്ടൻറ്റ് കുട്ടിയിലേക്ക് എത്തിക്കുകയാണ്. അപ്പോൾ ഈ രണ്ട് അപ്രോച്ചിൽ നിന്നും കുറച്ചും കൂടെ വ്യത്യസ്തമായ രീതിയിലേക്ക് എങ്ങനെ എത്തിക്കാം എന്നുള്ളതാണ് ബ്രൂയിസ് ജോയ്സ് ആൻഡ് മാർഷ വെയിൽ കണ്ടുപിടിച്ച ഈ മോഡൽസ് ഓഫ് ടീച്ചിങ് എന്നുള്ള ഒരു സ്ട്രാറ്റജി. അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ നല്ലൊരു സ്ട്രാറ്റജിയാണ്. നമ്മൾ ഇതിനെ അടിസ്ഥാനപ്പെടുത്തി ലെസൺ പ്ലാനൊക്കെ തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ കൺസ്ട്രക്റ്റിവിസം മാത്രമല്ല, ഈ ഒരു മോഡൽസ് ഓഫ് ടീച്ചിങ് നമുക്കൊരു ഇതിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മോഡൽസ് ഉണ്ട് കേട്ടോ.
അപ്പോൾ അത് എല്ലാ മോഡൽസും എല്ലാ സബ്ജക്റ്റിനും യോജിച്ചതല്ല. അപ്പോൾ ചില മോഡൽസ്, അതായത് ഓരോ സബ്ജക്റ്റിനും യോജിച്ച മോഡൽസുകളാണ് മോഡൽസ് ഓഫ് ടീച്ചിങ് ആണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ സബ്ജക്റ്റിനെ കൂടുതലായിട്ടും യോജിക്കുന്ന ഒരു 3 മോഡൽസ് ഓഫ് ടീച്ചിങ് നമുക്കുണ്ട്. അതിനെ അടിസ്ഥാനപ്പെടുത്തി ലെസൺ പ്ലാനൊക്കെ തയ്യാറാക്കണം. അപ്പോൾ അതനുസരിച്ച് മറ്റ് ലാംഗ്വേജിന് വേറെയാണ്, അതുപോലെ സയൻസിന് വേറെയാണ്, സോഷ്യൽ സയൻസിന് വേറെയാണ്, അങ്ങനെ കൊമേഴ്സിന് വേറെയാണ്, അവർക്കൊക്കെ വ്യത്യാസമുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു മെറിറ്റ്സ് എന്ന് പറയുന്നത് വളരെ നല്ല വ്യത്യസ്തമായ രീതിയിൽ കുറച്ചും കൂടെ കുട്ടികൾക്ക് ആക്ടിവിറ്റി ഓറിയൻറ്റഡ് ആയിട്ട് കുറച്ചും കൂടെ വ്യത്യസ്തമായി, കൺസ്ട്രക്റ്റിവിസത്തിൽ നിന്നും വളരെ വ്യത്യസ്തമായി നല്ല ക്യൂരിയോസിറ്റിയും അതുപോലെ ക്രിയേറ്റീവ് തിങ്കിങ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് പഠിപ്പിക്കാം. ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് ഇത് എല്ലാ ടോപ്പിക്കിനും ഇത് ആപ്റ്റ് അല്ല എന്നുള്ളതാണ്. നമ്മൾ ഒരു 3 ടൈപ്സ് മോഡൽസ് ഓഫ് ടീച്ചിങ് ആണ് നമ്മൾ പഠിക്കുന്നത്. ഈ 3 ടൈപ്പും നമുക്ക് ഏത് കണ്ടന്റിനും, ഇപ്പോൾ നമ്മൾ കൺസ്ട്രക്റ്റിവിസ്റ്റ് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ നമുക്ക് ഏത് കണ്ടന്റിനും നമുക്ക് അടിസ്ഥാനപ്പെടുത്തി എഴുതാം അല്ലേ. പക്ഷേ ഇത് അത്ര അങ്ങോട്ട് അതിന് സാധിക്കുന്നില്ല. നമുക്ക് അതിന് ചില പറ്റിയ ടോപ്പിക്കുകൾ നോക്കിയിട്ട് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. അപ്പോൾ ഇനി ഈ മോഡൽസ് ഓഫ് ടീച്ചിങ് അല്ലെങ്കിൽ ഈ മോഡൽസ് ഓഫ് ടീച്ചിങ് എന്ന് പറയുന്ന ഈ ഒരു സ്ട്രാറ്റജിയുടെ ഫണ്ടമെൻ്റൽ എലമെൻറ്റ്സ്, അതായത് ബേസിക് എലമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് മോഡൽസ് ഓഫ് ടീച്ചിങ്ങിനെ അടിസ്ഥാനമാക്കിയിട്ട് നമ്മളൊരു ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന സമയത്ത് നമ്മുടെ ഒരു പ്ലാൻ തയ്യാറാക്കുമല്ലോ. ആ പ്ലാനിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾപ്പെടുത്തേണ്ടത്? നമ്മൾ കൺസ്ട്രക്റ്റിവിസ്റ്റ് ഫോമാറ്റിൽ ലെസൺ പ്ലാനിൽ തയ്യാറാക്കേണ്ട കാര്യങ്ങൾ നമുക്കറിയാമല്ലോ. ലേണിംഗ് ഔട്ട്കംസ്, അതുപോലെ കണ്ടന്റ് അനാലിസിസ് ചെയ്തു നമ്മൾ, പിന്നെന്താണ് റിസോഴ്സസ് എഴുതി, പിന്നെ പ്രീ റിക്വസിറ്റ്സ്, ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ എഴുതി. അതുപോലെ ഒരു മോഡൽ ഓഫ് ടീച്ചിങ്ങിൽ അല്ലെങ്കിൽ ടീച്ചിങ് മോഡൽ എന്നും പറയുന്നുണ്ട്, സെയിം തന്നെ. അതിൽ എന്തൊക്കെ എലമെൻറ്റ്സ് ആണ് വേണ്ടത് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഡിഫൈൻ മോഡൽസ് ഓഫ് ടീച്ചിങ് എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ബ്രൂയിസ്, ജോയ്സ് ആൻഡ് മാർഷ വെയിലിൻ്റെ ഡെഫിനിഷൻ തന്നെ എഴുതുക കേട്ടോ. അത് തന്നെ പഠിക്കുക, വേറൊരു മാറ്റം വരുത്തേണ്ട, അത് തന്നെ പഠിച്ചോളൂ. പിന്നെ ചോദിക്കാറുള്ളതാണ് ഫണ്ടമെൻ്റൽ എലമെൻറ്റ്സ് ഓഫ് എ ടീച്ചിങ് മോഡൽ. അത് നമുക്ക് നോക്കാം, ഓരോന്ന് ഒരു 6 എണ്ണേ ഉള്ളൂ, അതും കൂടി ഒന്ന് നോക്കാം. ഫസ്റ്റ് എലമെൻ്റ് എന്ന് പറയുന്നത് ഫോക്കസ് എന്ന് പറയുന്നത് നമ്മൾ കൺസ്ട്രക്റ്റിവിസം എഴുതുമ്പോൾ നമ്മൾ എഴുതാറില്ലേ ലേണിംഗ് ഔട്ട്കം, അത് തന്നെയാണ് ഇവിടെ ഫോക്കസ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഈ മോഡൽ ഓഫ് ടീച്ചിങ്ങിൻ്റെ ഒരു സെൻട്രൽ ആസ്പെക്റ്റ് ആണ്. അതായത് നമ്മളൊരു ലെസൺ പ്ലാൻ എഴുതുമ്പോൾ അതിൻ്റെ ഒരു മെയിൻ സംഭവം എന്ന് പറയുന്നത് എന്താണോ ഇന്ന് കുട്ടിയിലേക്ക് നമ്മൾ എത്തിക്കാൻ ഉദ്ദേശിക്കുന്നത് അല്ലേ. ലേണിംഗ് ഒബ്ജക്റ്റീവ് എന്ന് നമ്മൾ പറയും, ലേണിംഗ് ഔട്ട്കം എന്ന് പറയും, ഒക്കെ സെയിം തന്നെ. ഇതല്ല അതിന് മെയിനായിട്ട്. നമ്മൾ ഇന്ന് ഏതെടുക്കാൻ പോണേ? ഇപ്പോൾ ഒരാൾ നിങ്ങളോട് ചോദിക്കുകയാണ്, അല്ലെങ്കിൽ ഞാൻ തന്നെ ചോദിക്കുകയാണ്, നിങ്ങളിന്ന് 8A ഏതാ എടുക്കാൻ പോകുന്നത്? അപ്പോൾ നിങ്ങളവിടെ എന്താ പറയുക? നിങ്ങൾ കൊടുക്കുന്ന പ്രവർത്തനങ്ങളുടെ പേരോ അല്ലെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന ഹോംവർക്കിൻ്റെ പേരല്ല പറയുക. ഞാൻ ഇന്ന് പഠിപ്പിക്കാൻ പോകുന്നത് സർക്കിളിൻ്റെ ഏരിയയാണ് അല്ലേ, അല്ലെങ്കിൽ ഇന്ന് ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത് പോളിനോമിയൽസ് ആണ്, അങ്ങനെയാണ് പറയുക. അപ്പോൾ അവിടെ നമ്മുടെ ക്ലാസ്സിൻ്റെ മെയിൻ പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ ലേണിംഗ് ഒബ്ജക്റ്റീവ് ആണ്, അല്ലെങ്കിൽ ലേണിംഗ് ഔട്ട്കം ആണ്. അപ്പോൾ അത് തന്നെയാണ് ഇവിടെ ഫസ്റ്റ് എലമെൻറ്റ് ഫോക്കസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫോക്കസ് റെഫേഴ്സ് ടു ദ ഗോൾസ് ഓർ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദി മോഡൽ. നമ്മൾ ഈ മോഡൽ കൊണ്ട് എന്ത് പോയിന്റാണ് കുട്ടിയിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത്, അതാണ് ഫോക്കസ്. അതിലാണല്ലോ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ സെക്കൻഡ് എലമെൻറ്റ് എന്ന് പറയുന്നത് സിൻടാക്സ് എന്ന് പറയുമ്പോൾ അതിൽ നമ്മൾ എങ്ങനെയാണോ ഒരു ടോപ്പിക്ക് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടാവുമല്ലോ, ആ ടോപ്പിക്ക് എങ്ങനെയാണ് ഈ മോഡൽ ഓഫ് ടീച്ചിങ്ങിലൂടെ നമ്മൾ കുട്ടിയിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ആ സിൻടാക്സ് എന്ന് പറയുന്നത് ഓരോ മോഡൽ ഓഫ് ടീച്ചിങ്ങിനും, ഞാൻ പറഞ്ഞു ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മോഡൽ ഓഫ് ടീച്ചിങ് കുറേ ഉണ്ട്. അതിൽ നമുക്ക് 3 എണ്ണമാണുള്ളത്. നമ്മളിത് കഴിഞ്ഞിട്ട് ഞാൻ അതിലേക്ക് കടക്കും. അപ്പോൾ ഓരോ മോഡൽ ഓഫ് ടീച്ചിങ്ങിനും സ്റ്റെപ്സ്, സിൻടാക്സ് എന്ന് പറയുമ്പോൾ ആ ലെസൺ പ്ലാനിൻ്റെ ഡെവലപ്പ് ചെയ്യുന്ന സ്റ്റെപ്സ്, ഒരു സീക്വൻഷ്യൽ സ്റ്റെപ്സിനെയാണ് പറയുന്നത്. അപ്പോൾ ഡിഫറെൻറ്റ് മോഡൽസിന് ഡിഫറെൻറ്റ് സ്റ്റെപ്സ് ആയിരിക്കും. അപ്പോൾ അതാണ് നമ്മൾ സിൻടാക്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സിൻടാക്സ് ഇൻക്ലൂഡ്സ് ദ സീക്വൻസ് ഓഫ് സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ ദാറ്റ് പർട്ടിക്കുലർ ലെസൺ. കേട്ടോ, നമ്മൾ ഏതാണോ മോഡൽ എടുക്കുന്നത് ആ മോഡലിൻ്റെ സിൻടാക്സ് എന്ന് പറയുന്നത് കുറച്ച് സീക്വൻഷ്യൽ സ്റ്റെപ്സ് അല്ലേ. നമ്മളൊരു സിമ്പിൾ ടു കോംപ്ലക്സ് എന്ന രീതിയിൽ ഒരു സീക്വൻഷ്യൽ ഓർഡറിലുള്ള സ്റ്റെപ്സ് ഉണ്ടായിരിക്കും. അത് ചിലതിന് 3 എണ്ണമായിരിക്കും, ചിലതിന് 5 എണ്ണമായിരിക്കും, ചിലതിന് 4 എണ്ണമായിരിക്കും, അങ്ങനെ മാറിയിരിക്കും. അപ്പോൾ ഏത് മോഡൽ ഓഫ് ടീച്ചിങ് ആണോ നമ്മൾ എടുക്കുന്നത് അതിനനുസരിച്ച് വേരി ചെയ്യുന്ന ഒരു സംഭവമാണ്, അതായത് വ്യത്യാസം വരുന്ന ഒരു സംഭവമാണ് ഇത് സിൻടാക്സ്. മനസ്സിലായല്ലോ? അപ്പോൾ സിൻടാക്സിൽ ചില മോഡലിൽ 3 സ്റ്റെപ്പായിരിക്കും, ചില മോഡലിൽ 4 സ്റ്റെപ്പായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കും. ഇനി നമ്മളൊരു മോഡൽ ഓഫ് ടീച്ചിങ്ങിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾക്കത് ക്ലിയർ ആവും കേട്ടോ. ഓക്കെ, അപ്പോൾ ഫോക്കസ് കഴിഞ്ഞു, സിൻടാക്സ് കഴിഞ്ഞു. നെക്സ്റ്റ് വൺ, പ്രിൻസിപ്പിൾസ് ഓഫ് റിയാക്ഷൻ.
എന്താണ് പ്രിൻസിപ്പിൾസ് ഓഫ് റിയാക്ഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അതിനറിയാം. റിയാക്ഷൻ എന്ന് പറയുമ്പോൾ ആരുടെ റിയാക്ഷൻ ആയിരിക്കും? സ്റ്റുഡൻസിൻ്റെ അല്ലേ? അത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ എന്താണ് നമ്മൾ എന്താണോ പഠിപ്പിക്കുന്നത്, അപ്പോൾ ഈ സിൻടാക്സ് അനുസരിച്ച് നമ്മൾ കണ്ടന്റ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ എന്താണോ കാര്യങ്ങൾ ചെയ്യാനുള്ളത് അത് ചെയ്യുന്ന സമയത്ത് സ്റ്റുഡൻസിൻ്റെ റെസ്പോൺസ് എന്താണ് അല്ലേ, ആ കുട്ടി പറയുന്ന കാര്യങ്ങൾ തിരിച്ച് പ്രതികരിക്കുന്നത് എങ്ങനെയാണ്, അതിനനുസരിച്ച് ടീച്ചർ തിരിച്ച് അങ്ങോട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. അപ്പോൾ റെസ്പോണ്ട് ചെയ്യുന്നത് ചിലപ്പോൾ ഡൗട്ടിലൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ റൂൾസ് പറയുമ്പോൾ ആ റൂൾ എന്താണെന്ന് ചോദിക്കുന്നതായിരിക്കാം. അപ്പോൾ അതെന്താണോ അവരുടെ റിയാക്ഷൻ എന്താണോ അതിനെ ടീച്ചർ എന്ത് ചെയ്യുന്നു, നല്ല രീതിയിൽ അത് ഡീൽ ചെയ്യുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഓരോ മോഡൽ ഓഫ് ടീച്ചിങ്ങിനും ഇന്ന റൂൾസ് ഉണ്ടായിരിക്കും. അത് നിങ്ങൾക്ക് ഒരെണ്ണം ചെയ്തു വരുമ്പോൾ മനസ്സിലാവും. ഇപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്പ് മോഡൽ ഓഫ് ടീച്ചിങ് എന്ന് പറയുന്നു, ഓരോന്നിനും ഇന്ന റൂൾ ഉണ്ടായിരിക്കും. അപ്പോൾ ആ റൂളുകൾ പറയുന്ന സമയത്ത് കുട്ടികൾക്ക് ഡൗട്ട്സ് ഉണ്ടാവാം, അത് ക്ലിയർ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ അതിനെ വ്യക്തമാക്കി മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് പ്രിൻസിപ്പിൾസ് ഓഫ് റിയാക്ഷൻ. കുട്ടികളിൽ റിയാക്ഷൻ വേണം, എന്നാലേ നമ്മുടെ ആ ക്ലാസ് മുന്നോട്ട് പോകുള്ളൂ. റിയാക്ഷൻ ഇല്ലാത്തൊരു ക്ലാസ് റൂം ആണെങ്കിലോ നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു സംഭവം ലെസൺ പ്ലാൻ എന്നുള്ളത് പരിപൂർണതയിലേക്ക് എത്തില്ല. അപ്പോൾ പ്രിൻസിപ്പിൾസ് ഓഫ് റിയാക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? റെസ്പോൺസ് ഓഫ് സ്റ്റുഡൻസ്. ഓക്കെ. ഫോർത്ത് വൺ, സോഷ്യൽ സിസ്റ്റം. സോഷ്യൽ സിസ്റ്റം എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു സോഷ്യൽ ക്ലൈമറ്റ് അല്ലേ, ഒരു ക്ലാസ് റൂമിൽ ഒരു സോഷ്യലായിട്ടുള്ള ഒരു ക്ലൈമറ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമ്മൾ പറഞ്ഞു ബിഹേവിയറിസത്തിൽ ടീച്ചർ സെൻറ്റേർഡ് ആണ്, കൺസ്ട്രക്റ്റിവിസത്തിൽ എന്താണ്? സ്റ്റുഡൻറ് സെൻറ്റേർഡ് ആണെന്ന് പറഞ്ഞു അല്ലേ. ടീച്ചർ സെൻറ്റേർഡ് ആയിട്ടുള്ള ഒരു ക്ലാസ് റൂമിൽ എന്താണ്? ടീച്ചർക്കാണ് ഫുൾ അതോറിറ്റി അല്ലേ, ടീച്ചറായിരിക്കും കാര്യങ്ങളൊക്കെ പറയുക, കുട്ടികൾ കേട്ടിരിക്കുക, മിണ്ടാതിരിക്കുക. സ്റ്റുഡൻറ് സെൻറ്റേർഡ് ആയിട്ടുള്ള ഒരു കൺസ്ട്രക്റ്റിവിസ്റ്റ് ഫോമാറ്റിലാണെങ്കിലോ ടീച്ചർക്ക് റോളില്ല എന്ന് പറയുന്നില്ല, ടീച്ചർ തന്നെയാണ്, ടീച്ചറുടെ ഒരു സൂപ്പർവിഷനിലാണ് കാര്യങ്ങൾ ഭംഗിയായിട്ട് പോണത്, പക്ഷേ കുട്ടികൾക്ക് അതിൽ നല്ല റോളുണ്ട്. അപ്പോൾ ഇങ്ങനെ ടീച്ചർ സെൻറ്റേർഡ് ആവാം, പിന്നെന്താണ് സ്റ്റുഡൻറ് സെൻറ്റേർഡ് ആവാം, അല്ലെങ്കിൽ ഒരു മീഡിയം ലെവലിൽ രണ്ട് കൂട്ടർക്കും ഇമ്പോർട്ടൻസ് കിട്ടുന്ന രീതിയിലും ആവാം. അപ്പോൾ സോഷ്യൽ സിസ്റ്റം അത് നമുക്ക് നമ്മുടെ മോഡൽ എന്താണോ അതിനനുസരിച്ച് നമ്മുടെ ക്ലാസ് റൂം എങ്ങനെ വേണം, നമ്മുടെ കണ്ടന്റിനനുസരിച്ച് എങ്ങനെ വേണം എന്നുള്ളത് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ കുട്ടികൾക്കാണ് കൂടുതലായിട്ട് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് എന്താണ് ലോ സ്ട്രക്ചേർഡ് എന്ന് പറയും. അല്ല ടീച്ചർ സെൻറ്റേർഡ് ആയിട്ട് ടീച്ചർക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതെങ്കിൽ ഹൈലി സ്ട്രക്ചേർഡ് ആണ്, അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ ഒരു മീഡിയത്തിൽ നിൽക്കാം. ബോത്ത് ടീച്ചർ ആൻഡ് സ്റ്റുഡൻസ് ഈക്വൽ ഇമ്പോർട്ടൻസ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മോഡറേറ്റ്ലി സ്ട്രക്ചേർഡ് എന്ന് പറയും. അപ്പോൾ അത് നമുക്ക് തീരുമാനിക്കാം എങ്ങനെയാണ് നമ്മുടെ കണ്ടന്റും നമ്മുടെ മോഡലും എന്താണോ അതിനനുസരിച്ചിട്ട് നമ്മൾ ടീച്ചറും സ്റ്റുഡൻസും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യുക. അതാണ് സോഷ്യൽ സിസ്റ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫോക്കസ്, സിൻടാക്സ്, പ്രിൻസിപ്പിൾസ് ഓഫ് റിയാക്ഷൻ, സോഷ്യൽ സിസ്റ്റം. ഇനി എന്തായിരിക്കും നെക്സ്റ്റ്? അഞ്ചാമത്തെ സപ്പോർട്ട് സിസ്റ്റം. സപ്പോർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമ്മുടെ ലേണിംഗ് എയ്ഡ്സ് അത് തന്നെയാണ് പറയുന്നത്. സപ്പോർട്ട് ചെയ്യുക, നമ്മുടെ ക്ലാസ്സിനെ സപ്പോർട്ട് ചെയ്യുന്നത് എന്താണ്? നമ്മുടെ ലേണിംഗ് എയ്ഡ്സ് അല്ലേ. നമ്മൾ എന്തൊക്കെയാണോ കുട്ടികൾക്ക് കൊടുക്കുന്ന കാര്യങ്ങൾ അതിനാവശ്യമായിട്ടുള്ള ലേണിംഗ് എയ്ഡ്സ്, ചാർട്ടോ മോഡലോ അല്ലെങ്കിൽ എന്തെങ്കിലും ICT ഓറിയൻറ്റഡ് ആയിട്ടുള്ള വീഡിയോസോ അല്ലെങ്കിൽ പിക്ചേഴ്സോ, ചിലപ്പോൾ ചില സബ്ജക്റ്റിന് എന്താണ് വിസിറ്റ് കൊടുക്കാം അല്ലേ. ഇപ്പോൾ എനിക്ക് തോന്നുന്നു സോഷ്യൽ സയൻസിനൊക്കെ നമ്മൾ വിസിറ്റ്, സയൻസിനൊക്കെ നമുക്കൊരു വിസിറ്റ് കൊടുക്കാം, അല്ലെങ്കിൽ കുറച്ചും കൂടെ നല്ല ഒരു എക്സ്പീരിയൻസ് കിട്ടാനായിട്ട് അവർക്ക് സ്കൂളിന് പുറത്തേക്ക് പോകണമെങ്കിൽ അതും. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെയും നമുക്ക് എന്ത് പറയാം? സപ്പോർട്ട് സിസ്റ്റം എന്ന് പറയാം. നമ്മുടെ കണ്ടന്റ് കുട്ടിയിലേക്ക് എത്തിക്കാനായിട്ട് നമുക്ക് എന്തും സ്വീകരിക്കാം അല്ലേ, പോസിബിൾ ആയിട്ടുള്ള എന്ത് കാര്യങ്ങളും സ്വീകരിക്കാം. അതിനൊക്കെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? സപ്പോർട്ട് സിസ്റ്റം കേട്ടോ, നമ്മുടെ ക്ലാസ് റൂമിനെ സപ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ, ലാസ്റ്റ് പോയിന്റ്. അപ്പോൾ ഈ 5 വരെയുള്ള പോയിന്റും നമ്മൾ കൺസ്ട്രക്റ്റിവിസ്റ്റ് ഫോമാറ്റിൽ കീപ്പ് ചെയ്യുന്നത് തന്നെയാണ്. ആദ്യത്തെ എന്താ? ഫോക്കസ് എന്ന് പറയുമ്പം കൺസ്ട്രക്റ്റീവ് ഫോർമാറ്റ് നോക്കുമ്പോൾ എന്താണ്? ലേണിംഗ് ഔട്ട്കം അല്ലേ. പിന്നെ രണ്ടാമത്തെ എന്താ പറയുന്നത്? സിൻടാക്സ് എന്ന് പറയുമ്പോൾ അവിടെ കൺസ്ട്രക്റ്റീവ്സിലാണ് നമ്മൾ ഇൻട്രോ കൊടുത്തു, അത് കഴിഞ്ഞ് ഒരു 3 ആക്ടിവിറ്റി, ആദ്യത്തെ 2 ആക്ടിവിറ്റിയിൽ നമ്മൾ ടോപ്പിക്ക് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞു, പിന്നെന്താണ് 3rd ആക്ടിവിറ്റിയിൽ നമ്മൾ പ്രോബ്ലം കൊടുത്തു അല്ലേ. ഇതിലാവുമ്പോൾ എന്താണ്? സിൻടാക്സ് എന്ന് പറയുമ്പോൾ ഇതിൽ ഓരോ മോഡൽ ഓഫ് ടീച്ചിങ്ങിലും കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്, അതിനനുസരിച്ചിട്ടായിരിക്കണം കാര്യങ്ങൾ ചെയ്യേണ്ടത്. പിന്നെ 3rd വൺ എന്താണ്? പ്രിൻസിപ്പിൾസ് ഓഫ് റിയാക്ഷൻ, കുട്ടികളുടെ റെസ്പോൺസസ്. അത് അവിടെയും നമ്മൾ ചെയ്യുന്നുണ്ട്. 2nd കോളം അവർക്കായിട്ട് വിട്ടുകൊടുത്തിരിക്കുകയാണ്, അവരുടെ റെസ്പോൺസസ് ആണ് നമ്മൾ അവിടെ റിപ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ 4th ടോപ്പിക് പോയിന്റ് എന്ന് പറയുന്നത് സോഷ്യൽ സിസ്റ്റമാണ്. അതെന്താണ്? കുട്ടികളും ടീച്ചറും തമ്മിലുള്ള ഒരു, അത് നമ്മൾ ക്ലാസ് റൂം എൻവയോൺമെൻറ്റ് എന്നൊക്കെ പറയും അല്ലേ. നല്ലൊരു ക്ലാസ് റൂം എൻവയോൺമെൻറ്റ് കീപ്പ് ചെയ്യുക, അത് തന്നെ. പിന്നെ സപ്പോർട്ട് സിസ്റ്റം, ലേണിംഗ് എയ്ഡ്സ്, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ 5 പോയിന്റും നമ്മുടെ കൺസ്ട്രക്റ്റിവിസ്റ്റ് ഫോമാറ്റിൻ്റെ പോലെ തന്നെ കുറച്ച് മാറ്റങ്ങളുണ്ട് എന്നത്രേ ഉള്ളൂ കേട്ടോ. ലാസ്റ്റ് പോയിന്റ് ആണ് 6th വൺ, ഇൻസ്ട്രക്ഷണൽ ആൻഡ് നർച്ചറൻ്റ് എഫക്റ്റ്.
എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസ്ട്രക്ഷണൽ എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണോ പഠിപ്പിച്ചത്, ഇപ്പോൾ ഞാൻ ഏരിയ ഓഫ് സർക്കിളാണ് പഠിപ്പിച്ചതെങ്കിൽ എന്തായിരിക്കും കുട്ടിക്ക് കിട്ടുന്ന റിസൾട്ട്? കുട്ടിക്ക് ഇനി ഏതൊരു സർക്കിൾ കൊടുത്തു കഴിഞ്ഞാലും അതിൻ്റെ ഏരിയ കാണാനായിട്ട് അറിയും അല്ലേ? അവനെ എങ്ങനെ വേണമെങ്കിലും അതിൻ്റെ പ്രോബ്ലം നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അവനത് ചെയ്യാൻ പറ്റും. അതാണ് ഇൻസ്ട്രക്ഷണൽ എഫക്റ്റ്. നർച്ചറൻ്റ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? മറ്റത് ഡയറക്റ്റ് എഫക്റ്റാണ്, ഇത് ഇൻഡയറക്റ്റ് എഫക്റ്റാണ് അല്ലേ? നമ്മൾ ഇപ്പോൾ ആ ഒരു സർക്കിളിൻ്റെ ഏരിയ കാണാനായിട്ട് പഠിപ്പിക്കുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണോ അതുമായി ഉൾപ്പെടുത്തി പറയുന്നത്, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ അവരുടെ മനസ്സിൽ ഇങ്ങനെ ഓടി നടക്കുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു ഹിഡൻ ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഒരു എഫക്റ്റ്, ചിലപ്പോൾ ആ ഒരു പോർഷൻ പറയുന്നതിൽ ചിലപ്പോൾ കൃഷിയെക്കുറിച്ച് പറയുന്നുണ്ടാവും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ടാവും, വാഹനങ്ങളെക്കുറിച്ച് പറയുന്നുണ്ടാവും. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ ടീച്ചർ ഡിസ്കസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇപ്പം നമ്മൾ പറയാണ് ചെറിയ ചെറിയ സർക്കിളിൻ്റെയൊക്കെ എന്താണ് ഏരിയ നമുക്ക് കാണാൻ സാധിക്കും. വലിയ സർക്കിളാണെങ്കിലോ, അപ്പോൾ എവിടെയാണ് വലിയ സർക്കിൾ വരുന്നത് അവർ ചിന്തിച്ചു. അങ്ങനെ നോക്കുമ്പോഴാണ് നമ്മൾ ഈ രഥോത്സവത്തിലൊക്കെ രഥം വരും അല്ലേ? ആ രഥത്തിൻ്റെയൊക്കെ ചക്രം എന്ന് പറഞ്ഞാൽ വലുതാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഏരിയ കാണാൻ അതിനൊക്കെ എത്രത്തോളം മെറ്റീരിയൽ വേണമെന്നൊക്കെ നോക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ ചിന്തിച്ച് പോകുമ്പോൾ അതിലൂടെ അവരുടെ മനസ്സിൽ ഒരുപാട് കാര്യങ്ങൾ അവിടെ എന്തായിരിക്കും അപ്പോൾ ആ ഉത്സവം അങ്ങനെ കണക്ട് ചെയ്ത് പോകുന്നുണ്ടാവും. മാത്സ് എന്നുള്ളതല്ല, നമ്മൾ എഫക്റ്റീവ് ഡൊമൈൻ പറഞ്ഞിരുന്നില്ലേ? എഫക്റ്റീവ് ഡൊമൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻട്രസ്റ്റ്, ആറ്റിറ്റ്യൂഡ്, അപ്രീസിയേഷൻ, അതുപോലെ വാല്യൂസ്, സോഷ്യൽ അഡ്ജസ്റ്റ്മെൻറ്റ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ കണ്ടൻറ്റ് പഠിപ്പിക്കുമ്പോൾ മാത്സ് മാത്രമല്ല, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളും കൂടി കുട്ടിയുടെ ചിന്തയിലേക്ക് വന്നുകൊണ്ട് അത് കുട്ടിയിൽ എന്തൊക്കെ എഫക്റ്റ് ഉണ്ടാക്കുന്നു. അപ്പോൾ അത് നമുക്ക് കാണാൻ പറ്റില്ല അല്ലേ? ഇപ്പോൾ നമ്മൾ കൃഷിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നതെങ്കിൽ ചിലപ്പോൾ കുട്ടികൾക്ക് കൃഷി എന്ന് കേൾക്കുമ്പോൾ ദേഷ്യമുള്ള കുട്ടികളായിരിക്കാം, ചില കുട്ടികൾക്ക് എന്താണ് ഇഷ്ടമുള്ളതായിരിക്കാം. അപ്പോൾ ഇഷ്ടമുള്ളവരാണെങ്കിൽ കൂടുതലായിട്ട് അതിനെക്കുറിച്ച് അറിയാൻ ശ്രമിക്കും, വീട്ടിൽ പോയിട്ട് പാരൻസിനോട് ചോദിക്കും, അല്ലെങ്കിൽ ടീച്ചേഴ്സിനോട് ചോദിക്കും. അങ്ങനെ അതിനെ സംബന്ധിച്ച് കാര്യങ്ങൾ വീട്ടിൽ തന്നെ ഒരു ചെറിയ കൃഷി ചെയ്യാൻ പറ്റുമോ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചിന്തിക്കും. അപ്പോൾ നമ്മുടെ ആ എഫക്റ്റീവ് ഡൊമൈൻ, അതായത് കുട്ടിയിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ട എന്താണ് ഫീലിങ്സ്, ഇൻട്രസ്റ്റോ ആറ്റിറ്റ്യൂഡോ അങ്ങനെയുള്ള കാര്യങ്ങൾ കേട്ടോ, അതാണ് നർച്ചറൻ്റ് എഫക്റ്റ് എന്ന് പറയുന്നത്. ഇൻസ്ട്രക്ഷണൽ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻസ്ട്രക്ഷൻ കൊടുത്തു, അതിൻ്റെ റിസൾട്ട് എന്താണ് അത് നോക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ അത് ഡയറക്റ്റാണ്, മറ്റത് ഇൻഡയറക്റ്റ് ആണ്, അല്ലെങ്കിൽ ഒരു ഹിഡൻ എഫക്റ്റ് ആണെന്ന് പറയാം കേട്ടോ. അപ്പോൾ ഇതാണ് 6 കീ എലമെൻറ്റ്സ് എന്ന് പറയുന്നത്, ബേസിക് കീ എലമെൻറ്റ്സ്. ഇതും ചോദിക്കാറുണ്ട് കേട്ടോ. ഈ ചാപ്റ്ററിൽ നിന്ന് ഒന്നും നമുക്ക് വിടാനില്ല, എല്ലാം ചോദിക്കാറുള്ളതാണ്. അപ്പോൾ ഡിഫൈൻ മോഡൽസ് ഓഫ് ടീച്ചിങ്, അപ്പോൾ അതിൻ്റെ ഡെഫിനിഷൻ പഠിക്കണം. പിന്നെ ഫണ്ടമെൻ്റൽ എലമെൻറ്റ്സ് ഓഫ് എ ടീച്ചിങ് മോഡൽ, ഇത് 6 പഠിക്കണം. 4 മാർക്കിൻ്റെയും ചോദിച്ച് കണ്ടിട്ടുണ്ട്, 2 മാർക്കിൻ്റെയും ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഫോക്കസ്, സിൻടാക്സ്, പ്രിൻസിപ്പിൾസ് ഓഫ് റിയാക്ഷൻ, സോഷ്യൽ സിസ്റ്റം, സപ്പോർട്ട് സിസ്റ്റം ആൻഡ് ഇൻസ്ട്രക്ഷണൽ ആൻഡ് നർച്ചർ ആൻഡ് എഫക്റ്റ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ആദ്യത്തെ പോർഷൻ. ഇനി നമുക്ക് നെക്സ്റ്റ് ഫാമിലീസാണ് എടുക്കാനുള്ളത്, അത് ഞാൻ നാളെ എടുക്കാം. അത് കഴിഞ്ഞാൽ പിന്നെ 3 മോഡലാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന് കോൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡൽ, പിന്നെ 2 ഇൻഡക്റ്റീവ് തിങ്കിങ് മോഡൽ, 3ാമത്തെ ഇൻക്വയറി ട്രെയിനിങ് മോഡൽ. ഈസിയാണ്, അത്ര വിഷമമൊന്നുമില്ല. അപ്പോൾ അത് നമുക്ക് അടുത്തടുത്ത ക്ലാസ്സിൽ ഓരോന്നും അതെന്താണെന്ന് പഠിച്ചിട്ട് അതിൻ്റെ ലെസൺ പ്ലാനും കൂടെ തയ്യാറാക്കാനുണ്ട്. നിങ്ങൾ അഡീഷണൽ വേറെ തയ്യാറാക്കൊന്നും വേണ്ട, ഞാൻ നിങ്ങൾക്ക് ഒരെണ്ണം പറഞ്ഞു തന്നിട്ട്